അധികാര ദുർവിനിയോഗവും വഴിവിട്ടുള്ള പ്രവർത്തനങ്ങളും ആര് കാണിച്ചാലും അംഗീകരിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയത് DGPയുടെ റിപ്പോർട്ട് പ്രകാരം. കൂട്ടുകാർക്കൊപ്പം കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. എറിയാട് സ്വദേശിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥി അഷ്ഫാനാണ് മരിച്ചത്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ക്രമസമാധാനം തകർക്കുന്നു എന്ന് ആരോപിച്ച് തൃശൂരിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചു. BJP യുവമോർച്ച പ്രവർത്തകരാണ് കോലം കത്തിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. അധികാര ദുർവിനിയോഗവും വഴിവിട്ടുള്ള പ്രവർത്തനങ്ങളും ആരു കാണിച്ചാലും അംഗീകരിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവിൽ അസാധാരണമായി ഒന്നുമില്ല. സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയത് DGPയുടെ റിപ്പോർട്ട് പ്രകാരമെന്നും ചെന്നിത്തല പറഞ്ഞു. അല്ലാതെ ഗവൺമെൻറ് DGPയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തീരുമാനമാണ് ഗവൺമെൻറ് ഉത്തരവായി പുറത്തു വരുന്നത്. അത് പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല. DGPയുടെ നിർദ്ദേശാനുസരണമാണ് ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നയം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. അധികാര ദുർവിനിയോഗം നടത്തുകയും വഴിവിട്ട പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ശരി അത് ഗവൺമെൻറ് വെച്ച് ഉറപ്പിക്കില്ല. തൃശൂർ തലൂരിൽ നിർത്തിയിട്ട കാറിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ തലൂരിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. എറണാകുളം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് തല കീഴായി മറിയുകയായിരുന്നു. 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേരാണ് അപകടത്തിൽപ്പെട്ട കാറിൽ ഉണ്ടായിരുന്നത്. കാറിനുള്ളിൽ കുടുങ്ങിയ യാത്രക്കാരെ നാട്ടുകാർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റവരെ തലോർ സഹകരണ ബാങ്കിന്റെ ആംബുലൻസിൽ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിലേക്ക് കാർ കയറ്റി പാർക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ വർക്ക്ഷോപ്പിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് നാട്ടുകാർ ചേർന്ന് അപകടത്തിൽപ്പെട്ട കാർ മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ ഇറിഗേഷൻ കനാൽ പുറമ്പോക്ക് കയ്യേറി നടക്കുന്നുവെന്ന് പരാതി ഉയർന്ന അനധികൃത നിർമ്മാണം നഗരസഭ വീണ്ടും തടഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബുവിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ പള്ളി സ്റ്റോപ്പിന് എതിർവശത്താണ് ഇറിഗേഷൻ കനാൽ പുറമ്പോക്ക് കയ്യേറിയുള്ള അനധികൃത നിർമ്മാണം നടക്കുന്നതായി പരാതി ഉയർന്നത്. 1 മാസം മുമ്പ് പരാതി ലഭിച്ചതിനെ തുടർന്ന് നഗരസഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റാൻ കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ നഗരസഭയുടെ നിർദ്ദേശം പാലിക്കാതെ നിർമ്മാണം തുടർന്നതോടെ പ്രതിപക്ഷ കൗൺസിലർമാർ കെട്ടിടത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ നഗരസഭ ഒരാഴ്ച മുമ്പ് നിർമ്മാണം വീണ്ടും തടഞ്ഞു. ഇതിനിടെ ഉത്തരവ് ലംഘിച്ച് 2 ദിവസം മുമ്പ് വീണ്ടും നിർമ്മാണം ആരംഭിച്ചതിനെ തുടർന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബുവിന്റെ നേതൃത്വത്തിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കുകയും തൊഴിലാളികളെ സ്ഥലത്ത് നിന്ന് മടക്കി അയക്കുകയും ചെയ്തു. മീഡിയ ടൈം, ചാലക്കുടി. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം യുവജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ പഞ്ചായത്തിലും കളിസ്ഥലങ്ങൾ സജീവമാകണമെന്ന് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. മാള കോട്ടക്കൽ സെന്റ് തെരേസാസ് കോളേജിൽ പുതുതായി ആരംഭിച്ച 3 കോഴ്സുകളുടെ പ്രഖ്യാപനവും പ്രവേശനോത്സവവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജീവിതമാണ് യഥാർത്ഥ ലഹരിയെന്നും ഈ സന്ദേശം യുവാക്കളിലേക്ക് എത്തിക്കുന്നതിന് ഓരോ പഞ്ചായത്തിലും കളിസ്ഥലങ്ങൾ ഉണരണമെന്നും യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. മാള കോട്ടക്കൽ സെന്റ് തെരേസാസ് കോളേജിൽ പുതിയതായി ആരംഭിച്ച BSc ഹോട്ടൽ മാനേജ്മെന്റ്, BPES, BSW കോഴ്സുകളുടെ പ്രഖ്യാപനവും പ്രവേശനോത്സവവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ കോഴ്സുകളുടെ പ്രഖ്യാപനം മാത്രമല്ല, 50 വർഷം ഈ ക്യാമ്പസ് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇവിടെ നേരത്തെ സംസാരിച്ച സമയത്ത്, സ്വാഗതം ആശംസിച്ച സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഈ ക്യാമ്പസിൻ്റെ വിവിധ തലങ്ങളിലെ ഘട്ടങ്ങളിൽ സ്പോൺസർഷിപ്പൊക്കെ നൽകിയ പല പേരുകളൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. ഈ മാളയുടെ പരിസര പ്രദേശങ്ങളിലുള്ള സകലമാന മില്യനേഴ്സും ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അപ്പോൾ
കോളേജിൻ്റെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് യാതൊരു തരത്തിലും സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമില്ല. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളൊന്ന് സഹകരിക്കാൻ തീരുമാനിച്ചാൽ തന്നെ കോളേജിന് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ദേവമാതാ സീമയുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട കോളേജുകളാണ് ക്രൈസ്റ്റും സെൻറ്റ് ലൂഷ്യസും ഒക്കെ. സുവർണ ജൂബിലി കവാടത്തിൻ്റെയും മിസ്റ്റിക്വിൽ ഫൗണ്ടേഷൻ്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പുതുതായി സ്ഥാപിച്ച സെന്റ് തെരേസയുടെ രൂപത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ഫാദർ ജോസ് നന്ദിക്കര നിർവഹിച്ചു. ദേവമാതാ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ ഫാദർ വാൾട്ടർ തേലപ്പള്ളി, ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കാപ്പറമ്പിൽ, കോളേജ് വികസന സമിതി ചെയർമാൻ പ്രൊഫസർ MG ടോമി, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോഷി കാഞ്ഞുത്തറ, ജിഷ ജോഫി, കോളേജ് യൂണിയൻ ചെയർമാൻ ദേവാനന്ദ് DM, കോളേജ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വിൽസൺ തറയിൽ, സ്റ്റാഫ് സെക്രട്ടറി PK ശ്രുതി എന്നിവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അൽഫോൺസ് ലിഗോരി TO വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനമായ ഓപ്പറേഷൻ തൂഫാൻ പ്രചരണത്തിനായി രൂപീകരിച്ച കോളേജ് യോദ്ധാക്കളുടെ ടീമിന്റെ ദീപശിഖ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. കോളേജിന് എൻഡോമെന്റ് നൽകിയവരെയും ചടങ്ങിൽ ആദരിച്ചു. മീഡിയ ടൈം മാള. കൂട്ടുകാർക്കൊപ്പം കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. എറിയാട് സ്വദേശിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥി അഷ്ഫാനാണ് അപകടത്തിൽ മരിച്ചത്. ഇന്ന് രാവിലെ 11:30യോടെയാണ് അപകടം നടന്നത്. എറിയാട് വല്ലത്തുപടി വീട്ടിൽ അസ്കറിന്റെ മകൻ അഷ്ഫാനാണ് കുളത്തിൽ മുങ്ങി മരിച്ചത്. സ്കൂൾ വിട്ടതിനു ശേഷം കൂട്ടുകാരോടൊപ്പം എടവിലങ്ങ് ശിവകൃഷ്ണപുരം ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ അഷ്ഫാൻ അപകടത്തിൽപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ വിദ്യാർത്ഥിയെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഷ്ഫാൻ. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ക്രമസമാധാനം തകർക്കുന്നു എന്ന് ആരോപിച്ച് തൃശൂരിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചു. BJP യുവമോർച്ച പ്രവർത്തകരാണ് കോലം കത്തിച്ചത്. എയിംസ് അനുവദിക്കാൻ നൽകിയ ഇടങ്ങളിൽ പട്ടികയിൽ നിന്നും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ ഒഴിവാക്കിയ UDF സർക്കാർ നടപടിക്കെതിരെ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയ്ക്ക് ശേഷമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചത്. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, പഞ്ചായത്ത് അംഗം PT രാമചന്ദ്രൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് KC ഗംഗ, PTA പ്രസിഡന്റ് KK മണികണ്ഠൻ, SMC ചെയർപേഴ്സൺ KK സീമ മാത്യു, സംഘം പ്രസിഡന്റ് C ശ്രീകല, സ്കൂൾ വികസന സമിതി അംഗം KP ഷാജി, പൂർവ്വ അധ്യാപക പ്രതിനിധി MD സന്തോഷ്, VHC പ്രിൻസിപ്പൽ AP സിജിമോൾ, വൈസ് പ്രിൻസിപ്പൽ VM ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു. അലർട്ട് കൊടുങ്ങല്ലൂർ സംഘടിപ്പിച്ച കർക്കിടക മാസത്തിലെ സൗജന്യ മരുന്ന് കഞ്ഞി വിതരണം സമാപിച്ചു. 7ാം ദിവസം മരുന്ന് കഞ്ഞിയോടൊപ്പം പായസവും വിതരണം ചെയ്താണ് സമാപിച്ചത്. ദിവസവും 500-ലേറെ പേർക്ക് മരുന്ന് കഞ്ഞി വിതരണം ചെയ്തു. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൈലാസൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുമിന മുഖ്യാതിഥിയായി. ശ്രീകുമാര സമാജം സെക്രട്ടറി MA ജോഷി, അലർട്ട് ചീഫ് കോർഡിനേറ്റർ PH റഹീം, ഉപദേശക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേടത്ത, അലർട്ട് വൈസ് പ്രസിഡന്റുമാരായ വിനോദ് കക്കറ, മഹേഷ് എന്നിവർ പ്രസംഗിച്ചു. ജനകീയ ആരോഗ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്ന OS സത്യന്റെ അനുസ്മരണ സമ്മേളനം ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. കയ്പമംഗലം MLA KK വത്സരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേഷ് ബാബു വിദ്യാലയങ്ങൾക്കുള്ള അവാർഡുകളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു മത്സര വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, അനുസ്മരണ സമിതി ചെയർപേഴ്സൺ ഡോക്ടർ NR ഹർഷകുമാർ, വൈസ് ചെയർമാൻമാരായ KS ദിലീപ് കുമാർ, P രാധാകൃഷ്ണൻ, ട്രഷറർ TN തിലകൻ, അക്കാദമിക് കമ്മിറ്റി കൺവീനർ MD ദിനകരൻ, ജിസി രഘുനാഥ് എന്നിവർ പങ്കെടുത്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കൊടകര യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PV വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബൈജു പനങ്കുളം അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് അംഗവും കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ജോയ് നെല്ലിശ്ശേരി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ സെക്രട്ടറി PD ജോസഫ്, ഭാരവാഹികളായ KC ജോജൻ, PP ബൈജു, വിനയൻ വർഗീസ്, EG അഭിലാഷ്, സജി മാമ്പിള്ളി,
ML വിൽസൺ, ML ജോയ്, PG മനോജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് SLC, +2 പരീക്ഷകളിൽ വിജയം നേടിയ സംഘടനയിലെ അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു. മധുരകം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ IFC കർഷക കൂട്ടായ്മയുടെ ഭാഗമായി കർക്കിടക കഞ്ഞി വിതരണം നടത്തി. CDS ചെയർപേഴ്സൺ സിബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഉപസമിതി കൺവീനർ ഫൗസിയ അധ്യക്ഷത വഹിച്ചു. IFC സീനിയർ CR പ്രിയ ഹരിലാൽ, IFC ആങ്കർ ഷാരി ഗിരീഷ്, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഹസീന റഷീദ്, കുടുംബശ്രീ അസിസ്റ്റന്റ് സെക്രട്ടറി ശശികല, ജനപ്രതിനിധികൾ, IFC കർഷകർ, CDS അംഗങ്ങൾ, PG ഗ്രൂപ്പ് അംഗങ്ങൾ, CDS അക്കൗണ്ടന്റ് സുജിത എന്നിവർ പങ്കെടുത്തു. വൈസ്മെൻ ഇന്റർനാഷണൽ ചാലക്കുടി മെയിൻ ക്ലബിന്റെ 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കലാഭവൻ മണി അവാർഡും PV നളൻ വിദ്യാഭ്യാസ അവാർഡും കുടുംബസംഗമവും ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 6-ന് ചാലക്കുടി മർച്ചന്റ് ജൂബിലി ഹാളിൽ നടക്കും. സനീഷ് കുമാർ ജോസഫ് ML ഉദ്ഘാടനം നിർവഹിക്കും. കലാഭവൻ മണി അവാർഡ് നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു കലാഭവൻ ജോഷിക്ക് സമർപ്പിക്കുന്നു. പത്രസമ്മേളനത്തിൽ ജോയ് കരിപ്പായി, ബിജു ജോർജ്, ജോഷി പുത്തിരിക്കൽ, ജോൺ ആളൂക്കാരൻ, ജനറൽ കൺവീനർ മെറ്റൻസ് കണ്ണൂക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധികാര ദുർവിനിയോഗവും വഴിവിട്ടുള്ള പ്രവർത്തനങ്ങളും ആര് കാണിച്ചാലും അംഗീകരിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയത് DGPയുടെ റിപ്പോർട്ട് പ്രകാരം. കൂട്ടുകാർക്കൊപ്പം കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. എറിയാട് സ്വദേശിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥി അഷ്ഫാനാണ് മരിച്ചത്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ക്രമസമാധാനം തകർക്കുന്നു എന്ന് ആരോപിച്ച് തൃശൂരിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചു. BJP യുവമോർച്ച പ്രവർത്തകരാണ് കോലം കത്തിച്ചത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.